വാഴക്കാട്ടെ പ്രമുഖ കോൺഗ്രസ് നേതാവും നാട്ടുകാരുടെ പ്രിയങ്കരനുമായ CMA റഹ്മാൻ അന്തരിച്ചു. അസുഖബാധിതനായി കിടപ്പിലായിരുന്നു ഇദ്ദേഹം. വാഴക്കാട് ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ്, വാഴക്കാട് മണ്ഡലം കോൺഗ്രസ് മുൻ പ്രസിഡന്റ്, കൊണ്ടോട്ടി ബ്ലോക്ക് പഞ്ചായത്ത് മുൻ മെമ്പർ, വാഴക്കാട് സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ, വൈസ് പ്രസിഡന്റ് അടക്കം കോൺഗ്രസിൻ്റെയും പോഷക സംഘടനയുടെയും പദവികൾ വഹിച്ച സമുന്നത നേതാവായിരുന്നു CMA റഹ്മാൻ. പ്രമുഖ UDF നേതാക്കൾ വീട് സന്ദർശിക്കുകയും അന്ത്യോപചാര ചടങ്ങുകളിൽ പങ്കെടുക്കുകയും ചെയ്തു. ഇന്ന് നിര്യാതനായ CMA റഹ്മാൻ എൻ്റെ വ്യക്തിപരമായ സുഹൃത്തും സംഘടനാപരമായ സുഹൃത്തൊക്കെയാണ്. വളരെ നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം. അതും ഈ വാഴക്കാട് പഞ്ചായത്തിൽ ഒരു കാര്യം ഞാൻ പ്രത്യേകം സ്മരിക്കട്ടെ. ഇവിടെ നിർഭാഗ്യവശാൽ കോൺഗ്രസും ലീഗും തമ്മിലുള്ള ഒരു അകൽച്ചയുണ്ടായി. ആ ഒരു കാലഘട്ടത്തിൽ നേരെയാക്കുന്നതിന് വേണ്ടി ഒരുപാട് ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ച വ്യക്തിയാണ് അദ്ദേഹം. രണ്ടാമത്, ഞാൻ ഓരോ സമയത്തും ഓരോ സംഗതികളുമായിട്ട് അദ്ദേഹം വരാറുണ്ട്. അതൊന്നും അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യമേ അല്ല. ഓരോരുത്തർക്ക് എന്തെങ്കിലും ആശുപത്രിയോ മറ്റു കാര്യങ്ങളോ അഡ്മിഷനോ ഇങ്ങനത്തെ പൊതുവായിട്ടുള്ള സംഗതിയുമായിട്ടാണ് എപ്പോഴും CMA റഹ്മാൻ പറയുന്നത്. CMA റഹ്മാനിൽ ഉള്ള ഏറ്റവും നല്ല ഗുണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പരോപകാരിയായിട്ടുള്ള ഒരാളാണ്. മൂന്നാമതൊരു കാര്യം കൂടി ഞാൻ പ്രത്യേകം അനുസ്മരിക്കാൻ വിചാരിക്കുകയാണ്. ഞാനിന്ന് ഈ സ്ഥാനത്തൊക്കെ എത്തുന്നതിന് മുമ്പ് MLA ആയിട്ടില്ല, പഞ്ചായത്ത് മെമ്പർ, അമ്മൊന്നും ആകാത്തൊരു കാലത്ത് ഞാൻ ഗൾഫിൽ പോയിരുന്നു. അവിടെ പോയ സമയത്ത് അന്ന് എനിക്ക് ഒരു പൊസിഷനും ഇല്ല, രാഷ്ട്രീയ സ്ഥാനങ്ങളോ ആ നിലയിലൊന്നുമില്ല. ഞാൻ ഗോൾഡ് ലൈൻസ് വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് പോയതാണ്. അന്ന് CMA റഹ്മാൻ അവിടെ UAE ജോലി ചെയ്യാണ്. വലിയ ഉയർന്ന ജോലിയല്ല, ഇടത്തരം ജോലിയാണ്. ഞാൻ അവിടെ ചെന്ന എന്നെ കൊണ്ടെടുത്തത് നമ്മൾ കുട്ടികളെ കൂടെ CMA റഹ്മാൻ പഠിക്കേണ്ട കാര്യത്തിൽ ഞങ്ങൾക്കൊരു പ്രത്യേക അധികാരമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ എൻ്റെ കൂടെ മുഴുവനും നടന്നിട്ടുള്ള വ്യക്തി. അതാണ് ഞാൻ പറഞ്ഞത്, വ്യക്തിപരമായ സ്നേഹമെന്നും കൂടി എനിക്ക് അദ്ദേഹത്തോടുണ്ട്. ഏതായാലും അദ്ദേഹത്തിൻ്റെ ആ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുകയാണ്. അദ്ദേഹത്തിന് നമ്മളെല്ലാം തന്നെ പഠിച്ചവൻ അവൻ്റെ മഹത്തായ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് ദുആ ചെയ്യുക. രാഷ്ട്രീയ പ്രവർത്തനം ജനസേവനത്തിനുള്ളതാണ് എന്ന് ജീവിതത്തിൽ തെളിയിച്ച കോൺഗ്രസിൻ്റെ ഉന്നതനായ ഒരു നേതാവായിരുന്നു CMA റഹ്മാൻ. മറ്റുള്ള ജനങ്ങളുടെ ചെറുതും വലുതുമായ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുവാൻ അതിനുവേണ്ടിയായിരുന്നു CMA മുഴുവൻ സമയവും ചെലവഴിച്ചിരുന്നത്. താഴേക്കിടയിലുള്ള പ്രവർത്തകരുമായി, കോൺഗ്രസിൻ്റെ ഉന്നത ശ്രേണിയിലുള്ള നേതാക്കന്മാരുമായി ഒക്കെ CMA റഹ്മാന് അഗാധമായ ബന്ധമുണ്ടായിരുന്നു. CMA സ്നേഹസമ്പന്നനായ, കോൺഗ്രസിൻ്റെ മറ്റുള്ള ആളുകൾക്കൊക്കെ മാതൃകയാക്കാവുന്ന ഒരു നേതാവാണ് CMA. അദ്ദേഹത്തിൻ്റെ വിയോഗം കോൺഗ്രസ് പാർട്ടിക്ക് വലിയ നഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ മുന്നോട്ടേക്കുള്ള യാത്രയിൽ കോൺഗ്രസിനൊരു കരുത്തായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. CMA റഹ്മാൻ യഥാർത്ഥത്തിൽ വാഴക്കാട്ടെ കോൺഗ്രസിൻ്റെ ഒരു മുഖമായിരുന്നു. കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി വാഴക്കാട് എടവണ്ണപ്പാറ പ്രദേശത്ത് കോൺഗ്രസിനെ നയിക്കുന്നതിൽ ഏറ്റവും വലിയ പങ്കുവഹിച്ച നേതാവായിരുന്നു അദ്ദേഹം. ജില്ലയിൽ മുഴുവൻ, മലപ്പുറം ജില്ലയിലെ കോൺഗ്രസ് നേതാക്കളുമായിട്ട് അദ്ദേഹത്തിനുള്ള അടുപ്പം, അതുപോലെ യൂത്ത് കോൺഗ്രസിൻ്റെ കൊണ്ടോട്ടി നിയോജകമണ്ഡലം പ്രസിഡൻ്റായിരുന്ന കാലം മുതൽ ജില്ലാ രാഷ്ട്രീയത്തിലും അദ്ദേഹം സജീവമായ ഇടപെടലുകൾ നടത്തിയ നേതാവായിരുന്നു. മരണം വരെ അദ്ദേഹം കോൺഗ്രസ്സിന് വേണ്ടി പ്രവർത്തിക്കുകയും കോൺഗ്രസിൻ്റെ ശബ്ദമായി മാറുകയും ചെയ്ത നേതാവാണ്. അദ്ദേഹത്തിൻ്റെ അകാലത്തിലുള്ള വിയോഗം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ കുടുംബത്തിനുണ്ടായിട്ടുള്ള ദുഃഖത്തിൽ പങ്ക് ചേരുവാനും അദ്ദേഹത്തിൻ്റെ മരണത്തിൽ അനുശോചിക്കുകയും ചെയ്യുന്നു. CMA റഹ്മാൻ്റെ വിട പറഞ്ഞു ഇന്ന്. ഞങ്ങൾക്കൊക്കെ എല്ലാവർക്കും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരെയും വേദനിപ്പിക്കുകയും ദുഃഖത്തിലാക്കുകയും ചെയ്ത ആ വിരഹത്തിൻ്റെ വേദന മാറാതെ നിൽക്കുന്ന ഒരു പൊതുപ്രവർത്തകനായിരുന്നു. ഏറ്റവും കൂടുതൽ സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന ഒരു നല്ല പൊതുപ്രവർത്തകൻ, മറ്റുള്ളവർക്ക് മാതൃകയാവുന്ന ഒരു പൊതുപ്രവർത്തകനായിരുന്നു CMA റഹ്മാൻ. 5 വർഷം എന്നോടൊപ്പം കൊണ്ടോട്ടി ബ്ലോക്ക് പഞ്ചായത്തിൽ അദ്ദേഹം ഒരു മെമ്പറായി നിൽക്കുമ്പോൾ എനിക്കദ്ദേഹം വല്ലാതെ തുണയായും തണിയായി നിന്നിട്ടുണ്ട്. ഓരോ രംഗത്തും
അദ്ദേഹത്തിൻ്റെ വിലപ്പെട്ട ചില നിർദ്ദേശങ്ങൾ ഞങ്ങൾക്കൊക്കെ വലിയ പ്രയോജനകരമായിട്ടുണ്ട്. ജയിച്ച വാർഡിലും ഡിവിഷനിലും എല്ലാം വികസനം എത്തിക്കുന്നതിലും അത് നിർബന്ധിച്ച് വാങ്ങിക്കൊണ്ടുവരുന്നതിലുമൊക്കെ അദ്ദേഹത്തിന് വല്ലാത്ത നിതാന്ത ജാഗ്രതയായിരുന്നു. അത് പ്രശ്നങ്ങളുണ്ടാക്കിയല്ല, അദ്ദേഹം വളരെ സൗഹൃദപരമായി തന്നെ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ അദ്ദേഹം നേടിയെടുക്കുമായിരുന്നു. അതുമാത്രമല്ല, എല്ലാ രംഗത്തും അദ്ദേഹം ഒരു മാതൃക പ്രവർത്തനം കാഴ്ചവെച്ചിരുന്നു. ഞങ്ങൾക്കൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി വല്ലാത്ത ഒരു വേർപാടുണ്ട്, വേദനയുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ഈ നിര്യാണം കോൺഗ്രസിനും UDF-നും മാത്രമല്ല, വാഴക്കാട്ടെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തൊക്കെ അതൊരു നഷ്ടം തന്നെയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും എല്ലാം ഞാൻ അനുശോചനം അറിയിക്കുകയാണ്. വാഴക്കാട്ടെ പൊതുരാഷ്ട്രീയ രംഗത്തെ നിറസാന്നിധ്യമായിരുന്ന ശ്രീമാൻ CMA റഹ്മാൻ്റെ മരണം വാഴക്കാട് പ്രദേശത്തെ സംബന്ധിച്ച്, പ്രത്യേകിച്ചും വാഴക്കാട് ഉൾപ്പെടുന്ന മലപ്പുറം ജില്ലയിലെ വിവിധ ദേശങ്ങളെ സംബന്ധിച്ചും ഒരു വലിയ നഷ്ടം തന്നെയാണ്. വാഴക്കാട് പഞ്ചായത്തിലെ പൊതുരാഷ്ട്രീയത്തിൻ്റെ ഒരു കേന്ദ്ര സ്ഥാനമായിരുന്നു വാഴക്കാട്. ഈ പഞ്ചായത്തിലെ ഒട്ടുമിക്ക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും നേതൃത്വം കൊടുത്ത ആളുകൾ വാഴക്കാട് എന്ന ഈ കൊച്ചു പ്രദേശത്താണ്ടായിട്ടുള്ളത്. അതിൽ CMA റഹ്മാനെ പോലെ തന്നെ നമ്മുടെ KR റഹ്മാൻ, KP മൂസ, ഹൈദർ മാഷ്, DP അബ്ദുൽ അസീസ്, MP അബ്ദുള്ള, ഇങ്ങനെ തുടങ്ങി നിരവധി എണ്ണിയാലൊടുങ്ങാത്ത ആളുകൾ ഈ വാഴക്കാട് പഞ്ചായത്തിൽ നിന്നും ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് ഉയർന്നു വന്നിട്ടുണ്ട്. ആ ഗണത്തിൽപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് തന്നെയാണ് ശ്രീമാൻ CMA റഹ്മാൻ. അദ്ദേഹത്തിൻ്റെ ശരിയായ പേര് മുഹമ്മദ് അബ്ദുറഹ്മാൻ എന്നാണ്. ദേശീയ പ്രസ്ഥാനത്തിലും സ്വാതന്ത്ര്യ സമരത്തിലും ഒക്കെ തന്നെ അനിതര സാധാരണമായ നേതൃത്വം നൽകിയ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ സ്മരണയ്ക്ക് വേണ്ടിയാണ് ഈ പേര് അദ്ദേഹം നൽകിയിട്ടുള്ളത്. നമുക്കറിയാം, അദ്ദേഹത്തിന് മാത്രമല്ല ഒരുപാട് ആളുകൾക്ക് ആ പേര് നൽകിയിട്ടുണ്ട്. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം രാഷ്ട്രീയവും മതവും ഒരുപോലെ കൊണ്ടുനടന്ന ആളാണ്. എന്നാൽ രാഷ്ട്രീയത്തിന് മേലെ മതത്തെയോ മതത്തിന് മേൽ രാഷ്ട്രീയത്തെയോ എടുത്തുപയോഗിക്കാൻ വേണ്ടി ഒരിക്കലും അദ്ദേഹം സന്നദ്ധമായിട്ടില്ല. രണ്ടിനെയും സമാന്തരമായിട്ടാണ് കൊണ്ടുപോയിട്ടുള്ളത്. ഒരിക്കലും ഈ രാഷ്ട്രീയവും മതം തമ്മിൽ ഒരു സ്പർദ്ധക്ക് ഇടം നൽകിയിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് അന്വർത്ഥമാക്കുമ്പോൾ തന്നെ ശ്രീമാൻ CMA റഹ്മാനും വാഴക്കാട് പഞ്ചായത്തിൽ ഈ മതരംഗത്തും രാഷ്ട്രീയ രംഗത്തും ഒരുപോലെ നിറഞ്ഞ് പ്രവർത്തിച്ച ആളാണ്. വാഴക്കാട് ദാറുസ്സലാം മദ്രസയുടെ പ്രവർത്തനങ്ങളിൽ നിറഞ്ഞ് പ്രവർത്തിച്ച ഒരാളാണ് CMA റഹ്മാൻ. അതുപോലെ രാഷ്ട്രീയ രംഗത്തും പ്രവർത്തിച്ച ആളാണ്. പക്ഷേ ഇത് രണ്ടും തമ്മിൽ ഒരിക്കലും ഒരു സംഘർഷത്തിനോ അല്ലെങ്കിൽ മേധാവിത്വത്തിനോ അത് ഇടയാക്കിയിട്ടില്ല നമുക്ക് കാണാൻ കഴിയും. ഇതുപോലുള്ള പ്രവർത്തകന്മാർ ഉണ്ടാകുക എന്നത് ഈ കാലഘട്ടത്തിലെ ഏറ്റവും അനിവാര്യമായ ഒരു കാര്യമാണ്. അതിന് ഏറ്റവും നല്ല മാതൃകയാണ് ശ്രീമാൻ CMA റഹ്മാൻ. അദ്ദേഹം വാഴക്കാട്ടെ എല്ലാ രംഗങ്ങളിലും നിറഞ്ഞു നിന്നിട്ടുണ്ട്. കലാരംഗത്ത്, കായിക രംഗത്ത്, അതുപോലെ സാംസ്കാരിക രംഗത്ത്, അതുപോലെ ഈ ആതുര ശുശ്രൂഷ രംഗത്ത് ഒക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ വ്യക്തിമുദ്ര അദ്ദേഹം പതിപ്പിച്ചിട്ടുണ്ട്. ഈ പ്രവർത്തനങ്ങളിൽ സ്വാർത്ഥമായിട്ടുള്ള ഏതെങ്കിലും നേട്ടങ്ങൾ അദ്ദേഹം ആഗ്രഹിച്ചിട്ടില്ല. ഒരിക്കൽ കൊണ്ടോട്ടി ബ്ലോക്ക് പഞ്ചായത്തിലെ അംഗമായി എന്ന് മാത്രം, അതിനപ്പുറത്തുള്ള കാര്യങ്ങൾ അദ്ദേഹം ചിന്തിച്ചിട്ടില്ല. ആ തരത്തിൽ നിസ്വാർത്ഥമായി ആത്മാർത്ഥമായി സമൂഹത്തെ സേവിക്കാൻ വേണ്ടി സമർപ്പിച്ച ജീവിതമായിരുന്നു CMA റഹ്മാൻ്റേത്. അത് എല്ലാവർക്കും ഒരു നല്ല പാഠമാണ്. ആ മാതൃക പിന്തുടരാനും ആ തരത്തിലുള്ള പ്രവർത്തന ശൈലി നിലനിർത്തി പോകാനും നമുക്കെല്ലാവർക്കും സാധിക്കണം. അതിന് CMA റഹ്മാൻ്റെ ഓർമ്മകൾ നമുക്ക് കരുത്താകട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പരലോക ജീവിതം സമ്പൂർണവും ഐശ്വര്യപൂർണവും ആയിത്തരട്ടെ എന്ന് ആത്മാർത്ഥമായി ജഗന്നാഥനായ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഏകദേശം 71 വർഷങ്ങൾക്ക് മുമ്പ് പ്രഗത്ഭമായ ചിറ്റന്നൂർ തറവാട്ടിൽ ജനിച്ച CMA റഹ്മാൻ ഇന്നലെ സായം സന്ധ്യയിൽ മരണപ്പെട്ടിരിക്കുകയാണ്. അല്പകാലം അസുഖം മൂലം വിശ്രമിക്കുകയായിരുന്ന അദ്ദേഹം മരണം ഈ ഗ്രാമത്തെയും ഈ പ്രദേശത്തെ ആളുകളെയും അതിലുപരി മതേതര ജനാധിപത്യവാദികളെയും ഏറെ വിഷമിപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് മയ്യത്ത് മറയതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ നമസ്കാരത്തിൽ പങ്കെടുത്ത് അനുശോചന പരിപാടി ഇവിടെ നടക്കാൻ പോവുകയാണ്.
ശ്രീ ടി മുഹമ്മദ് ബഷീർ സാഹിബ്, ശ്രീ ആര്യാടൻ ഷൗക്കത്ത്, ശ്രീ KC അബു അടക്കമുള്ള ജമാഅത്തെ ഇസ്ലാമിൻ്റെ നേതാവ് ആരിഫ് അലി സാഹിബ് അടക്കം ഈ അനുസ്മരണ യോഗത്തിൽ സംബന്ധിക്കാൻ പോവുകയാണ്. വാഴക്കാട് പഞ്ചായത്തെ സംബന്ധിച്ചിടത്തോളം മലപ്പുറം ജില്ലയുടെ ബോർഡറിൽ കോഴിക്കോട് ജില്ല അടുത്ത് നിൽക്കുന്ന ഈ പഞ്ചായത്ത്, ഇവിടുത്തെ ബന്ധപ്പെടലും കാര്യങ്ങളും ഒക്കെ കോഴിക്കോടുമായിട്ടാണ്. എന്നാൽ പോലും വികസനം എത്തിപ്പെടാത്ത ഒരു പ്രദേശത്തിൻ്റെ വികസന ദാഹവുമായി അധികാരവർഗത്തിന് മുന്നിൽ പോരാടിയ ഒരാളാണ് ശ്രീ CMA റഹ്മാൻ. അന്തരിച്ച KA റഹ്മാൻ്റെ നേതൃത്വത്തിൽ മലിനീകരണത്തിൽ ഗോളിയോൺസിൽ പോരാട്ടം നടത്തുമ്പോൾ അതിൽ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ധീരമായി നേതൃത്വം നൽകാൻ ശ്രീ CMA റഹ്മാൻ ഉണ്ടായിരുന്നു. വാഴക്കാട് നിന്ന് മിലിറ്ററിയിൽ പോയിരുന്ന ഹവിൽദാർ MA റഹ്മാൻ്റെ സ്മരണക്കായി വാഴക്കാട് മരിച്ചപ്പോൾ ലൈബ്രറി ഉണ്ടാക്കുകയും അതിന് കെട്ടിടം പണിയാനും അദ്ദേഹം മുൻപന്തിൽ ഉണ്ടായിരുന്നു. വാഴക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡൻ്റായി അദ്ദേഹം പ്രവർത്തിച്ചു. വാഴക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡൻ്റ് അദ്ദേഹം പ്രവർത്തിച്ചു. പ്രവാസി കോൺഗ്രസിൻ്റെ എല്ലാ സെക്രട്ടറി അദ്ദേഹം പ്രവർത്തിച്ചു. നാട്ടിലെ ധാർമ്മികപരമായ എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിച്ച് അത് വിജയിപ്പിക്കാൻ പോരാടിയ ഒരു പോരാളിയുടെ മരണം ഈ നാടിന് ശൂന്യത നൽകിയിരിക്കുന്നു. ഈ നാടിന് മുന്നിൽ വികസനത്തിലുള്ള ദാഹം അസ്തമിപ്പിക്കാൻ പോകുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ മരണം. ഏറെ ഞങ്ങൾ ദുഃഖിപ്പിക്കുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ദുഃഖം വളരെ വലുതാണ്. ദൈവം സൃഷ്ടാവ് അദ്ദേഹത്തിന് എല്ലാ മക്സറത്തും നൽകട്ടെ. അദ്ദേഹം അറിഞ്ഞോ അറിയാതെ ചെയ്തു പോയ പാപങ്ങൾക്ക് പുറത്തു കൊടുത്ത് അദ്ദേഹത്തെ ജന്നാത്തിൽ പ്രദർശിപ്പിക്കാൻ അള്ളാഹു എത്തിക്കട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഒരു മകനും 2 മക്കളുമുണ്ട്. അവരുടെ ദുഃഖത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പങ്കെടുക്കുന്നു, വാഴക്കാട്ടെ ദുഃഖത്തിൽ പങ്കെടുക്കുന്നു. മൃതദേഹം തിങ്കളാഴ്ച രാവിലെ 10:30 വാഴക്കാട് വലിയ ജുമാഅത്ത് പള്ളി ഖബർസ്ഥാനിൽ ഖബറടക്കി. Allahu Akbar. Assalamualaikum warahmatullahi wabarakatuh. Assalamualaikum warahmatullahi wabarakatuh. വിയോഗത്തിൽ ദുഃഖം രേഖപ്പെടുത്തി വാഴക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാഴക്കാട് മൗനജാഥയും സർവകക്ഷി അനുശോചന യോഗവും സംഘടിപ്പിച്ചു. വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.